അൻവറിന്റെ അറസ്റ്റ് വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ ആക്രമിച്ച കേസിൽ പി.വി. അൻവർ റിമാൻഡിലാണ്. നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പുലർച്ചെ 2:30യോടെയാണ് അൻവർ ഉൾപ്പെടെ 5 പേരെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ജാമ്യത്തിനായി ഇന്ന് തന്നെ കോടതിയെ സമീപിച്ചേക്കും. അറസ്റ്റ് ഭരണകൂട ഭീകരത ആണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം. അറസ്റ്റിനെതിരെ UDF നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് അൻവറും സംഘവും ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പി.വി. അൻവർ റിമാൻഡിലായിരിക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും ഇനി അൻവറിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണല്ലോ കേസെടുത്തിരിക്കുന്നത്. അശ്വതി, ഗുഡ് മോർണിംഗ്. പി.വി. അൻവറിനെ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാർ അവിടെ വെച്ച് പ്രതികരിക്കാനൊന്നും തന്നെ സമ്മതിച്ചിരുന്നില്ല. കുറ്റിപ്പുറം ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടത്തി പൂർത്തിയാക്കിയ ശേഷമാണ് 2 മണിയോടെ അദ്ദേഹത്തെ തവനൂർ ജയിലിൽ എത്തിച്ചിരുന്നത്. അതിനു മുൻപ് അദ്ദേഹം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. പിണറായിയിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചിരുന്നു. താൻ റിമാൻഡിൽ പോവുകയാണ്, മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. നിലമ്പൂർ കോടതിയെ തന്നെയായിരിക്കും സമീപിക്കുക. അദ്ദേഹത്തിനൊപ്പം 4 DMK പ്രവർത്തകരും ജയിലിലായിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്ന ഒരു MLA ഇപ്പോൾ സ്വതന്ത്ര നിലപാടെടുത്ത് ഇടതുപക്ഷ സർക്കാരിന്റെ തന്നെ പോലീസിന്റെ കീഴിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇപ്പോൾ റിമാൻഡിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഏറെ പ്രാധാന്യമുണ്ട്. ഏറെ പ്രത്യാഘാതങ്ങൾ ഒരു പക്ഷേ ഇത് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തന്നെയാണ്. അദ്ദേഹം റിമാൻഡിലായതോടെ ഇനി UDFന്റെ നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ LDF എന്തെല്ലാം കാര്യങ്ങൾ നിരത്തി ഇതിനെ ന്യായീകരിക്കുമെന്നും വ്യക്തമാകേണ്ടതുണ്ട്. ഈ പൊതുമുതൽ നശിപ്പിച്ചു, അതേപോലെ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒരു MLAയെ ഈ സാധാരണഗതിയിൽ എവിടെയും ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ പലപ്പോഴും പ്രവർത്തകർ ആക്രമാസക്തരാവുകയും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വകുപ്പുകൾ തന്നെയാണ് അപ്പോഴും പോലീസ് ചുമത്താറുള്ളത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ഒരിക്കലും അത് ഉദ്ഘാടനം ചെയ്ത MLAയെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊന്നും ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. അവിടെയാണ് ഈ ഒരു കേസിന്റെ പ്രാധാന്യം വരുന്നത്. രാത്രി ഒരു കൊടും കുറ്റവാളിയെ പോലെ എന്തിന് MLAയെ പി.വി. അൻവറിനെ വീട് വളഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ചോദ്യമാണ് UDF ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും UDFന്റെ നേതാക്കൾ കൂടുതലായിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗ് പ്രതികരണം വരേണ്ടതുണ്ട്. അതേസമയം ഇടതുപക്ഷം ഇതിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. മലപ്പുറം ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി 8 മണിക്ക് മുമ്പ് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇനി അദ്ദേഹത്തിന്റെ നടപടികൾ, അതേപോലെ അദ്ദേഹത്തിന്റെ അറസ്റ്റിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. 11 മണിയോടെ നിലമ്പൂർ കോടതിയിലെ നടപടികൾ തുടങ്ങുമ്പോൾ തന്നെ അൻവറിന്റെ അഭിഭാഷകർ ഒരുപക്ഷെ ജാമ്യത്തിനായി സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജാമ്യം ലഭിച്ചാൽ അൻവർ ഇന്ന് പുറത്തിറങ്ങും. അൻവർ പുറത്തിറങ്ങിയാൽ അദ്ദേഹം മുൻപ് പറയുന്ന രീതിയിലും മുൻപ് അദ്ദേഹത്തെ കണ്ടിരുന്ന രീതിയിലും ആയിരിക്കില്ല ഇനി ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം കാണുന്നത്. ഒരു വിഷയത്തിന് മുകളിൽ, ഒരു ജനകീയ വിഷയത്തിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായി ജയിലിൽ കിടന്ന ജനപ്രതിനിധി എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ തന്നെ മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാണെങ്കിലും അൻവറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും കേരള രാഷ്ട്രീയത്തിലും അതീവ നിർണായകമാകും ഈ സംഭവവികാസങ്ങളൊക്കെ. ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നോ എന്ന ചോദ്യം പലയിടത്തും ഉയരുന്നുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ
പോലും അത്തരത്തിലൊരു ചോദ്യം ഉയരുന്നുണ്ട്. അത് പരസ്യമായിട്ട് ആർക്കും ഉന്നയിക്കാനാകില്ലെങ്കിൽ പോലും ഇത് രാഷ്ട്രീയമായിട്ട് അൻവറിന് ഗുണം ചെയ്യുമെന്നൊരു കണക്കൂട്ടൽ ഇടതുപക്ഷത്തിന് വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇനി പ്രതികരണങ്ങളുടെ കാര്യം പറയുമ്പോൾ KPCC അധ്യക്ഷന്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും പ്രതികരണങ്ങൾ അത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ? പിടികിട്ടാ പുള്ളി അല്ലല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു അറസ്റ്റ് നാടകം കളിച്ച് ഇത്തരത്തിൽ പെട്ടെന്നൊരു MLA അറസ്റ്റ് ചെയ്യുന്നതിൽ ഉന്നത ഗൂഢാലോചനയുണ്ട് എന്നതടക്കമുള്ള അവരുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ നിർണായകമല്ലേ അനുമോദ്? തീർച്ചയായും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ വന നിയമ ഭേദഗതിക്കെതിരെ ജനകീയ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ UDF നേതാക്കളെയായിരുന്നു ആ യാത്രയുടെ പല ഘട്ടങ്ങളിലും ഉദ്ഘാടകരായിട്ടും അതിഥികളായിട്ടും ഒക്കെ ക്ഷണിച്ചിരുന്നത്. അന്ന് നമ്മൾ UDF നേതൃത്വത്തോടെ ഇക്കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അൻവർ ഉന്നയിക്കുന്ന പല വിഷയങ്ങളും UDF-ന് കൂടി താല്പര്യമുള്ളതാണ്, UDF-ന് കൂടി സ്വീകാര്യമാണ് എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ട് അൻവറിന്റെ ഒപ്പം നിൽക്കുക എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്നൊരു നിലപാടുമാണ് അന്ന് നേതാക്കൾ സ്വീകരിച്ചിരുന്നത്. ഇന്നിപ്പോൾ രാഷ്ട്രീയമായിട്ട് കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത രീതിയിൽ ഉള്ള നടപടിക്രമങ്ങൾ, അൻവറിന്റെ വീട് വളഞ്ഞ് രാത്രിയോടെ അറസ്റ്റ് ചെയ്ത് രാത്രി തന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി പുലർച്ചെ ജയിലിലെത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കൊടും കുറ്റവാളിയോട് എന്ന തരത്തിൽ അൻവർ പെരുമാറുന്നുവെന്ന് UDF നേതാക്കൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പറയുമ്പോൾ, അത് തീർച്ചയായിട്ടും LDF-നെതിരെ UDF ഇത് വലിയ ആയുധമാക്കാൻ ഒരുങ്ങുന്നു, ആയുധമാക്കുന്നു എന്നതിൻ്റെ തന്നെ തെളിവാണ്. നേരത്തെ അൻവറിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച UDF-ന്റെ നേതാക്കൾ പോലും ഇപ്പോൾ ഈ വിഷയം വന്നതോടെ നിലപാട് മയപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. അതായത് അൻവറിനെ UDF-ലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും അൻവറിനെ കുറെ കൂടി സ്വീകാര്യത ലഭിക്കുവാനും പോലീസിന്റെ ഇന്നലത്തെ നടപടി കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അൻവറിനൊരു രക്തസാക്ഷി പരിവേഷം ഈ പോലീസിന്റെ നടപടിയിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് അൻവറിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവറിന് ഒപ്പം നിൽക്കാത്തവർ പോലും ഈ ഒരു വിഷയം വന്നതോടെ അൻവറിന്റെ കൂടെ നിന്ന് അൻവറിന് വേണ്ടി സംസാരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും LDF ഇത് ഒരു സാധാരണ നിയമ നടപടിക്രമം മാത്രമാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും മുൻപ് ഏത് ഒരു പ്രതിഷേധ പ്രകടനത്തിലും പോലീസ് ചാർജ് ചെയ്യുന്ന വകുപ്പുകൾ ചുമത്തി ഒരു ജനപ്രതിനിധിയെ ഇത്ര വലിയ ബന്ദോബസ്തോടെ ഒരു തീവ്രവാദിയെ പിടിക്കുന്ന പോലെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു എന്ന ചോദ്യത്തിന് അവർ ഉത്തരം പറയേണ്ടതായിട്ട് വരും. എന്താണെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ അറസ്റ്റ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള വഴിയൊരുക്കും. അത് എത്രമാത്രം ന്യായീകരിക്കും, ആ ന്യായീകരണങ്ങൾ എത്രമാത്രം സ്വീകാര്യമാവും എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്താണ് രാഷ്ട്രീയ കേരളം ഇന്ന് കാത്തിരിക്കുന്നത് അൻവറിന്റെ അറസ്റ്റിലും തുടർ നടപടികളുമുള്ള പ്രതികരണങ്ങളാണ്, ഒപ്പം അൻവറിന്റെ തുടർ നീക്കങ്ങളും. അശ്വതി. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകി. എന്തായാലും അനുമോദ് പറഞ്ഞതുപോലെ ഏത് രീതിയിലാണ് രാഷ്ട്രീയമായ പ്രതികരണം അൻവറിന്റെ അറസ്റ്റിൽ ഇനി വരിക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം അൻവറിന്റെ നീക്കങ്ങൾ, അൻവർ ഇന്ന് ജാമ്യം തേടി കോടതിയെ സമീപിച്ചേക്കും. മറ്റൊരു പ്രധാന